give you a big mental peace. ഇങ്ങനെ മണക്കാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാവരെ അത്ര വലിയ ഇരുന്ന് കാണും. സി ആക്ഷൻ എന്ന് പറയുന്ന സംഭവം എടുത്തിട്ടേ ഇല്ല ഞാൻ എന്റെ ലൈഫിൽ. നമ്മുടെ കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരും ചെയ്യും. ടോക്സിക് ആൾക്കാർക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഐ ടേക്ക് ഓൾ ദിസ് റബ്ബിഷ് തിങ്സ്. ഇറ്റ്സ് കമ്മിങ് ഫ്രം സംവൺ ഹൂസ് ബീൻ ത്രൂ എ ലോട്ട്. സോ സെൽഫ് അബ്യൂസിംഗ് ലെവൽ എന്ന് പറയുന്നത് ആകെ ലിമിറ്റ് കടത്തില്ല. ലൈക്ക് glow up is just like that. Hi, welcome to Grow Girl. So are you feeling lazy, overwhelmed, stressed and do not want to do anything? Same here. എനിക്കും ഇങ്ങനെയൊക്കെ തോന്നിച്ചിട്ടുണ്ട്. But that is our best friend which will help you to get rid of that. So let me introduce your new best friend, which is this book. ഇതിന്റെ പേരാണ് 80-20 Rule by Richard Koch. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ഇരുന്ന സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ബുക്കാണ്. സോ ഇഫ് യു ആർ ഇൻ ടു റീഡിങ് ഹാബിറ്റ്സ് ദെൻ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ടു റീഡ് ദിസ് ബുക്ക്. ഇറ്റ് ഡിഡ് ഹെൽപ്പ് മീ എ ലോട്ട്. നിങ്ങളുടെ മടിയൊക്കെ കളയാനായിട്ടുള്ള ഒരു പുതിയ എപ്പിസോഡാണിത്. ഈ ബുക്കിൽ നമ്മുടെ 80-20 റൂൾ എന്ന് പറയുന്നത് ഡു ലെസ് ആൻഡ് ഗെറ്റ് മോർ ഡൺ എന്നുള്ള ഒരു കോട്ടാണ്. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. സോ ഡു യു നോ എ ഗേൾ ഹു വേക്സ് അപ്പ് അറ്റ് 5 AM, ഡ്രിങ്ക് ഗ്രീൻ ജ്യൂസ്, ജേർണൽ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, 10K സ്റ്റെപ്സ് നടക്കുക, എക്സസൈസ് ചെയ്യുക? യാ, ദാറ്റ്സ് മീ നൗ. ബട്ട് ഞാൻ എങ്ങനെയല്ലായിരുന്നു. ഞാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കാലത്ത് തന്നെ എനിക്കാനായിട്ട് ബെഡിൽ നിന്ന് എനിക്കാനായിട്ട് ഞാൻ എന്നെ കഷ്ടപ്പെടുത്തിയിട്ട് വേണം എനിക്കണമെങ്കിൽ. എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ട് വേണം ഒന്ന് റെഡിയായി ഒന്ന് കോളേജിലേക്ക് പോകണമെങ്കിൽ തന്നെ ലൈക്ക് എന്നും പ്രാഗിക്കൊണ്ടാണ് കോളേജിലേക്ക് പോവാൻ. അയ്യോ ഞാൻ അങ്ങോട്ട് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനർജി എന്ന് പറയുന്നത് ലോ ലെവലായിരുന്നു. ഈ ഫിസിക്കൽ ഗ്ലോ അപ്പ് ഒക്കെ എല്ലാവർക്കും വേണം. ബട്ട് യു നോ വാട്ട്, മെന്റൽ ഗ്ലോ അപ്പ് ആണ് ഏറ്റവും മെയിൻ തിങ്. ഈ എൻ്റെ ഫിസിക്കൽ ഗ്ലോ അപ്പ് വേണമെങ്കിൽ ആഫ്റ്റർ ബിഫോർ പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറെ പേർക്ക് കാണാം. പക്ഷെ മെന്റലി ഞാൻ എത്രത്തോളം ഗ്ലോ അപ്പ് ആയിട്ടുണ്ടെന്ന് അതിന്റെ ഒരു ആഫ്റ്റർ ബിഫോർ പിക്ചേഴ്സ് എന്തായാലും നമുക്ക് തലേന്റെ ഉള്ളിലെടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. പേഴ്സണലി എൻ്റെ ഗ്ലോ അപ്പ് തോന്നിയിട്ടുണ്ട്, എനിക്കൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് മെന്റൽ ഗ്ലോ അപ്പ് ആണ്. ബിക്കോസ് മെന്റൽ ഗ്ലോ അപ്പ് ആവാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. നമ്മൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യണ ഓരോ കാര്യങ്ങളാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഫിസിക്കൽ ഗ്ലോ അപ്പ് അതിന്റെ കൂടെ വരും. ഫിസിക്കലി ഞാൻ എത്രത്തോളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും കൂടുതൽ മെന്റലി എനിക്ക് വർക്കൗട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് വെരി ഹാർഡ് ഫോർ മീ. സോ ഐ വാസ് എ ഗേൾ ഹു ഫൈറ്റ്സ് വിത്ത് മൈസെൽഫ് ടു വേക്ക് അപ്പ്. ആൻഡ് ഓൾസോ ഈ ആവശ്യമില്ലാത്ത ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുക, ആവശ്യമില്ലാത്ത റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു പെർഫെക്റ്റ് പിക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കോളേജിലേക്ക് കയറി തന്നെ ഞാൻ ആക്സിഡന്റലി എനിക്ക് ഗവൺമെന്റ് കോളേജ് കിട്ടിയപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് ലേൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് പോയതാണ്. കാരണം എഞ്ചിനീയറിംഗിനോട് എനിക്ക് വലിയ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് എൻട്രൻസ് ചെയ്ത് ഞാൻ മെഡിക്കലിനാണെങ്കിൽ എനിക്ക് കിട്ടിയത് എഞ്ചിനീയറിംഗ് ഫീൽഡിലായതുകൊണ്ട് ഞാൻ ഗവൺമെന്റ് കോളേജിൽ കിട്ടിയതുകൊണ്ട് ഓക്കെ ലെറ്റ്സ് ഗോ എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. എനിക്ക് ഇതിനൊരു എന്താ പഠിക്കണേന്ന് പോലും അറിയില്ല. എങ്ങനെയൊക്കെയോ പഠിച്ചൊപ്പിച്ച് ഓക്കെ പാസ്സായി പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു പൊട്ട സ്റ്റേറ്റ് ആയിരുന്നു കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ കുറെ ഗ്ലോ അപ്പ് വീഡിയോസും ഓരോ വീഡിയോസും ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കാണും. അതും വർക്ക്ഔട്ട് വീഡിയോസ് വരെ കാണാറുണ്ട്. പക്ഷെ ഞാൻ ബെഡിൽ കിടന്ന് സ്ക്രോൾ ചെയ്ത് കാണും. ലൈക്ക് വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ ബെഡിൽ ഇരുന്ന് കാണും. സി ആക്ഷൻ എന്ന് പറയുന്ന സംഭവം എടുത്തിട്ടേ ഇല്ല ഞാൻ എൻ്റെ ലൈഫിൽ. ലൈക്ക് 1 year ആയിട്ടുള്ളൂ ഞാനൊന്ന് ആക്ഷൻ എടുത്ത് തുടങ്ങി. 1 year ബാക്ക് ഞാനായാലും ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു എനിക്ക് ഓരോ കാര്യത്തിനും. എൻ്റെ ലൈഫ് എന്താവും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മൈൻഡ് ഇങ്ങനെ എന്നൊക്കെ ഞാനും കുറെ വിചാരിച്ചിട്ടുണ്ട്. ബട്ട് ഒന്നും നോക്കിയില്ല. ആക്ഷനിലൂടെ ഞാനിത് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങി. മൈൻഡ് വർക്ക്ഔട്ട്, ഫിസിക്കൽ വർക്ക്ഔട്ട്, എവറിത്തിങ്. സെൽഫ് അബ്യൂസിങ് ലെവൽ എന്ന് പറയുന്നത് ആകെ ലിമിറ്റ് കടന്ന്. അപ്പൊ പിന്നെ എനിക്ക് ഒരു പോയിന്റ് എത്തി. ആ പോയിന്റ് എല്ലാവർക്കും എത്തുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിക്കുള്ളൂ. സോ ഐ ഹിറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ഐ സ്റ്റാർട്ടഡ്. ഞാൻ ഒന്നും നോക്കിയില്ല. എനിക്ക് ഇങ്ങനെ ജീവിക്കാണ്ട് എനിക്ക് മാറണം, അത്രേ ഉള്ളൂ. ഐ ഫിഗർഡ് ഔട്ട് എ വേ ടു ഗ്ലോ അപ്പ്. ഒരു 1 year കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് കമ്മിങ് ഫ്രം എ എക്സ് ലേസി ഗേൾ. കറന്റ്ലി ഐ ഡോണ്ട് റെക്കഗ്നൈസ് ആസ് എ ലേസി പേഴ്സൺ ബിക്കോസ് ഐ എം കൈൻഡ് ഓഫ് വർക്കിംഗ് എ ലോട്ട് ഓൺ മൈ സെൽഫ്. ആക്ച്വലി ഓവർ വർക്കിംഗ് ആണ്. മേ ബി എൻ്റെ 4 years വേസ്റ്റ് ആക്കേണ്ട പണിഷ്മെന്റിലൂടെ ആയിരിക്കും എനിക്ക് ചിലപ്പോൾ ഇപ്പൊ കൂടുതൽ ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ സോ ഇഫ് യു ആർ സംവൺ ഹു ഈസ് ഗെറ്റിംഗ് ഇൻ ടു കോളേജ് ഓർ ഇൻ മിഡിൽ ഓഫ് കോളേജ് ദെൻ get your shit done. ഒന്നും നോക്കണ്ട, just transform your life, just change your life. പുതിയ ഹെൽത്തി ഗോൾസും ഹെൽത്തി ഹാബിറ്റ്സും അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഈ ഓവർ വർക്ക് ചെയ്യുന്നതൊന്നും ഞാനിപ്പോൾ പണിഷ്മെന്റ് ആയിട്ടൊന്നും കാണില്ല. ബിക്കോസ് ആക്ച്വലി ഐ എം ലവിങ് ദ പ്രോസസ്. ഇപ്പം ഞാൻ പഠിക്കണ ഓരോ സ്കിൽസ് ആയാലും ലാംഗ്വേജ് ആയാലും ഇപ്പം എന്തായാലും ഇപ്പം യൂട്യൂബ് ആയാലും ഇതൊക്കെ ഞാനൊരു ഹാപ്പി
പ്രോസസ്സായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് ഞാനിത് ചെയ്യണം എന്നുള്ളൊരു രീതിക്കല്ല കാണുന്നത്. ഇതൊക്കെ എനിക്ക് ചെയ്യണം എന്നുള്ള എനർജിയോടെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ബുക്കാണ് റിച്ചാർഡ് കോഹന്റെ 80-20 റൂൾ. വാട്ട് ഈസ് 80-20 റൂൾ? 80% ഓഫ് റിസൾട്ട് വിൽ കം ഫ്രം യുവർ 20% ഓഫ് എഫേർട്സ്. നിങ്ങൾക്ക് ജസ്റ്റ് 20% ചെയ്താൽ മതി നിങ്ങളുടെ 80% ഓഫ് റിസൾട്ട് കിട്ടാനായിട്ട്. ബുക്കിന്റെ ഒരു ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറയുന്നത്, you don't have to be perfect, you just need to be smart enough to do your 20%. ആ 20%-ൽ ആണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 10 സ്റ്റെപ്പ് സ്കിൻ കെയർ ചെയ്യുന്നതിന് പകരം യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ഇൻ ടു 3 സ്റ്റെപ്പ് ലൈക്ക് ക്ലെൻസിങ്, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. നിങ്ങൾക്ക് മടിയുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഡു ദിസ്. സോ നിങ്ങളുടെ 20% കറക്റ്റായി. നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും. സിൽക്കി സ്മൂത്ത് സ്കിൻ നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് ഈ 3 സ്റ്റെപ്സ് ചെയ്താൽ തന്നെ. പിന്നെ അഡീഷണലി നിങ്ങൾക്ക് വേണമെങ്കിൽ സെറം യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ പറ്റിയത്. അല്ലാണ്ട് കുറേ ഇതും വലിച്ചു വാരി തേക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക്. നിങ്ങൾ ഗ്ലോ അപ്പ് ചെയ്യാനായിട്ട് ഹോൾഡിങ് ഫാക്ടേഴ്സിൽ ബാക്കിലേക്ക് ഹോൾഡ് ചെയ്യണ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ മടി. ഓക്കെ, ഈ സംഭവത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പൊ പറയാം. ആർ യു എ പേഴ്സൺ ഹു ഇസ് ടു ടയർഡ് ടു വർക്ക് ഔട്ട്? ഐ വിൽ സ്റ്റാർട്ട് വിത്ത് വർക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് എ ലേസി ഗേൾ ഡൂയിങ് വർക്ക്ഔട്ട്സ്. എനിക്ക് ഇഷ്ടമല്ല വർക്ക്ഔട്ട് ചെയ്യാൻ സത്യം പറഞ്ഞ. പക്ഷേ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം വർക്ക്ഔട്ട് ചെയ്യാൻ. ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സീരീസും പാട്ടൊക്കെ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. കാരണം ഇറ്റ് ഈസ് വെരി ഫൺ ടു ഡു വർക്ക്ഔട്ട്. യു ആർ ടു ടയർഡ് ടു വർക്ക്ഔട്ട്, ജസ്റ്റ് ഡാൻസ് ഫോർ 5 minutes. ഒരു നല്ല സൂപ്പർ പാട്ട് വെക്കാം, ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചിട്ട് ഡോജ കാറ്റിന്റെയോ അല്ലെങ്കിൽ സെലീന ഗോമസിന്റെയോ അല്ല ഇപ്പൊ ഏതാ മലയാളമോ ഹിന്ദിയോ ഏതെങ്കിലുമൊക്കെ പാട്ട് വെച്ചിട്ട് ഒരു 5 minute ജസ്റ്റ് ഡാൻസ് ചെയ്യാം. 5 minute ഡാൻസും 10 minute സ്ട്രെച്ചിങ്ങും അല്ലെങ്കിൽ 20 minute ഒരു എക്സസൈസും ഒക്കെ പാട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സീരീസോ ഇഷ്ടമുള്ള കാർട്ടൂൺസോ ഇഷ്ടമുള്ള ആനിമീസോ കണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു, ചേച്ചിക്ക് എത്ര അവേഴ്സ് ആണ് വർക്കൗട്ട് ചെയ്യാം? hours I don't think I can do workout for even 1 hour. ഉണ്ട്, ഞാൻ ജിമ്മിൽ പോകുമ്പോൾ 1 hour ചെയ്യും. അതും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നടന്നിട്ടാണൊക്കെ ചെയ്യുക. പക്ഷെ 30 minutes കണ്ടിന്യൂസ്ലി ഫോക്കസ്ഡ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 20 minutes ചെയ്താൽ മതി. മണിക്കൂറോളം വർക്ക്ഔട്ട് ചെയ്യാണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു എക്സാമ്പിൾ ആണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കണ ഞാൻ മണിക്കൂറോളം എക്സസൈസ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തേക്കുന്നത് ആകെ 20 minute എക്സസൈസ് ആണ്. ഞാൻ ബോഡിക്ക് വേണ്ടി എക്സസൈസ് ആയിട്ട് ചെയ്തേക്കുന്നത് 20 minute വർക്ക്ഔട്ടും 10K സ്റ്റെപ്സ് ആണ്. ഇത്ര ചെയ്താൽ ഡെയിലി ചെയ്താൽ തന്നെ 6 മാസം അല്ലെങ്കിൽ 5 മാസം കൊണ്ട് ഞാൻ വണ്ണം കുറഞ്ഞു. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണെങ്കിൽ, ഞാനൊരു മടിക്കാരിയായിരുന്നു എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്റ്റാൻഡിങ് വർക്ക്ഔട്ട്സും ഹിറ്റ് വർക്ക്ഔട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോ ഡു വാച്ച് ഇറ്റ് ആൻഡ് ഡു എക്സസൈസ്. ഒരു ചെറിയൊരു ടൈം ടേബിളൊക്കെ വെക്കുക, കാലത്തോ വൈകിട്ടോ എപ്പോഴാണോ ചെയ്യുക. ഞാൻ ചെയ്യുന്നത് കാലത്ത് അതിരാവിലെയാണ്. ഈ മണിക്കൂറോളം ഉള്ള എക്സസൈസിന്റെ ചിന്ത വിട്ടിട്ട് ഈ 20 minutes എക്സസൈസ് ചെയ്യും. അപ്പൊ തന്നെ നിങ്ങളുടെ 20% നിങ്ങൾ എവറി ഡേ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ 80% റിസൾട്ട് വിസിബിൾ ആണ്. നിങ്ങളുടെ അടുത്ത ആൾക്കാർ വന്ന് പറയും, ഓ വെയിറ്റ് കുറഞ്ഞ, വണ്ണം കുറഞ്ഞ, ക്ഷീണിച്ച, എന്തൊന്നും കഴിക്കണില്ലേ എന്നൊക്കെ ചോദിക്കും. ബട്ട് കഴിക്കാണ്ടൊന്നല്ല, നമ്മൾ എക്സസൈസും നടന്നിട്ടൊക്കെയാണ് നമ്മൾ വെയിറ്റ് കുറഞ്ഞിരിക്കണേ. സംടൈംസ് ലേസിനെസ് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ലേസിനെസ്. നമ്മുടെ ബോഡി മിക്കവാറും നമ്മളോട് പറയുന്നത് ഞാൻ ടയേർഡാണ്, ഐ നീഡ് സംതിങ് ജെന്റിൽ ടു സ്റ്റാർട്ട്. അപ്പൊ ആ ജെന്റിൽ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് 1 hourന്റെ വീഡിയോ വെച്ചിട്ട് 1 hourന്റെ എക്സസൈസ് അല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് 10 minute വീഡിയോ വെച്ച് കൊടുക്കുക. അപ്പൊ തന്നെ ബ്രെയിനിൽ കാണും, ഓ 10 minute ഉള്ളൂ, ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് ബ്രെയിൻ നമ്മളോട് പറയും. ഇപ്പൊ പറയാൻ പോണ കാര്യം, ജസ്റ്റ് ടാറ്റു ഇറ്റ് ഓൺ യുവർ ഹെഡ്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു എവറിത്തിങ്, ഐ ജസ്റ്റ് വാണ്ട് ടു ഡു സംതിങ് that will make me happy and make me proud of myself. ആ കാര്യം ജസ്റ്റ് ടാറ്റു ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ 20% ഈസി ആയിട്ട് ചെയ്യാം. 80%നെ കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ 20% ഡെയിലി ചെയ്താൽ തന്നെ ഇറ്റ് വിൽ ജസ്റ്റ് ഷോ യു ദ റിസൾട്ട്. ഒരു ഡീപ് ബ്രെത്ത് ഇന്നെടുക്കുക, ഒരു ഡീപ് ബ്രെത്ത് ഔട്ട് എടുക്കുക. 5 seconds, ലൈക്ക് 5 in the backward count ചെയ്യുക. 5, 4, 3, 2, 1 and start doing such things. So second one is intentional planning. നിങ്ങൾ നിങ്ങളുടെ ഡേയ്സ് പ്ലാൻ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഡേയ്സിൽ എന്താണ് കാലത്ത് ചെയ്യാൻ പോണേ, എന്താണ് ഉച്ചയ്ക്ക് ചെയ്യാൻ പോണേ, എന്താണ് ഈവനിങ് ചെയ്യാൻ പോണേ, നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് റൈറ്റ് നൗ. ഇപ്പൊ രാത്രിയാണോ പകലാണോ ഉച്ചയാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് പ്ലാൻ ഇറ്റ് ഫോർ ടുമാറോ റൈറ്റ് നൗ. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം മതി കേട്ടോ, ഇപ്പോൾ വേണ്ട. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബുക്ക് എടുക്കുക,
നാളെ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അങ്ങോട്ട് പ്ലാൻ ചെയ്യാം. നമ്മുടെ മാർക്കറ്റിൽ കുറെ പ്ലാനേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. എൻ്റെ അടുത്തുണ്ടായിരുന്നു ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് പ്ലാനർ. പക്ഷെ ഈ ഭംഗി കണ്ട കാരണം, ഈ ക്യൂട്ടായിട്ടുള്ള പേജൊക്കെ കാണുന്ന കാരണം എനിക്കിത് എഴുതി നശിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ പ്ലാനേ ചെയ്യാറില്ല. അപ്പൊ അതിൽ വലിയ അർത്ഥമില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു A5 A6 ബുക്ക്, അല്ലെങ്കിൽ ചെറിയൊരു ക്ലാസ്മേറ്റിന്റെ ഒരു 7 റുപ്പീസിന് നോട്ട്ബുക്ക് കിട്ടില്ല, ആ ബുക്ക് എടുത്തിട്ട് ഞാൻ ഒരു 4 കോളം വരയ്ക്കുക. ഞാൻ എൻ്റെ പ്ലാൻസ് ഡെയിലി ഞാൻ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഡേറ്റ് ഇട്ടിട്ട് ഓരോ പ്ലാൻസ് ഇങ്ങനെ എഴുതി. ഞാൻ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് തലേ ദിവസം രാത്രിയാണ്. കാലത്ത് തന്നെ എനിക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നിക്കും. എനിക്ക് കാലത്ത് റിലാക്സ് ചെയ്തിട്ട് എണീക്കണം. അത് കാരണം തലേ ദിവസം ഞാൻ ആ പ്രഷറൊക്കെ കൊടുത്തിട്ട് പിറ്റേ ദിവസം ഐ ജസ്റ്റ് ഡു ലൈക്ക് ഓരോ ഷെഡ്യൂൾ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാലത്ത് എനിക്കാണോ 1 hour ഫോൺ തൊടാറില്ല. അത് അവിടെ ചാർജിങ്ങിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കും. അതിന് ശേഷം മാത്രമാണ് ഫോണൊക്കെ എന്തെങ്കിലും എടുക്കലോ ആൾക്കാർക്ക് മെസ്സേജ് അയക്കലോ ഒക്കെ ചെയ്യുള്ളൂ. 1 hour ഈസ് ജസ്റ്റ് ഫോർ മീ. അത് എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു 1 hour ഞാൻ വെച്ചേക്കാണ്. ലൈക്ക് മെഡിറ്റേറ്റ് ചെയ്യും, എക്സസൈസ് ചെയ്യും, ജേർണൽ ചെയ്യും. എൻ്റെ മൈൻഡിലുള്ള എന്തെങ്കിലും തോട്ട്സോ പൊട്ട തോട്ട്സോ നല്ല തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ തിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എഴുതി വെക്കും. നിങ്ങൾ കാര്യങ്ങളോടൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ജേർണലിൽ അങ്ങോട്ട് എഴുതി വെക്കും. അപ്പം തന്നെ കുറേ സമാധാനം കിട്ടും. എനിക്കറിയില്ല, എനിക്ക് സമാധാനം കിട്ടാറുണ്ട്. ഞാൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് പകുതി പ്രശ്നങ്ങൾ മാറാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ഡു such things than killing other people. So yeah, be intentional with your days. നിങ്ങൾ തന്നെ പ്രയോറിറ്റി കൊടുക്കാം. നിങ്ങൾ വിചാരിക്കാം നിങ്ങൾ ഏതോ ഓഫീസിൽ CEO ആണെന്നും നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെന്നും. അത് വലിയ കാര്യമൊന്നും, ലൈക്ക് ജസ്റ്റ് പ്ലേഫുൾ ആവാ. നമ്മൾ ചെറുതിൽ ഇങ്ങനെയൊക്കെ കളിക്കാറില്ല, ഇങ്ങനെ ഓഫീസിലൊക്കെ ഇരുന്ന്. അതുപോലെ നമ്മൾ നമ്മുടെ മൈൻഡിൽ ബി ലിറ്റിൽ ഡെലൂഷണൽ ഇസ് ഓക്കെ. എപ്പോഴും ഭയങ്കര റിയാലിറ്റിയിൽ തന്നെ ജീവിക്കണമെന്നില്ല. ലിറ്റിൽ ബിറ്റ് ഓഫ് ക്രാക്ക് ഹെഡ് ഇസ് വെരി ഫൈൻ. ബീങ് ക്രാക്ക് ഹെഡ് ഇറ്റ് ഡസന്റ് മീൻ ലൈക്ക് ഫുള്ളി മാഡ് ആവുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലിറ്റിൽ ബിറ്റ് ഓഫ് പ്ലേഫുൾനെസ് വിൽ ഗീവ് യു എനർജി തരും ചെയ്യാനായിട്ട്. ബി സോഫ്റ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് ബി ഡെലൂഷണൽ ആൻഡ് തിങ്ക് ദാറ്റ് യു ആർ സം ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. യു ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഡു നാളെ. അപ്പോൾ നിങ്ങളുടെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുക. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ആൾക്കാരും നമ്മളോട് ചോദിക്കുകയാണ് നാളെ എന്നിട്ടാ സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷെഡ്യൂൾ നോക്കാം. നിങ്ങൾ ഫ്രീ ആണോ? അല്ലെങ്കിൽ നോ, ഈ സമയത്ത് ഞാൻ ഫ്രീ അല്ല, വേറെ സമയത്ത് പോകാന്ന് അങ്ങോട്ട് ചോദിക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് നമ്മൾ തന്നെ കുറച്ച് പ്രയോറിറ്റി കൊടുക്കും. ഇന്റൻഷണൽ പ്രയോറിറ്റി. അല്ലാണ്ട് ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ഈ പ്രയോറിറ്റീസ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാണ്ട് ഓക്കെ ഫ്രണ്ടിന്റെ അടുത്ത് പറയണ സിനിമയ്ക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഇന്ന സമയത്ത്, എന്നിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ല. ഓക്കെ, സോ ബി ഇന്റൻഷണൽ വിത്ത് യുവർ ടൈം. ഓക്കെ, ടൈം എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് യു ആർ വാച്ചിങ് ലൈക്ക് നിങ്ങളൊരു 16-17, എനിക്ക് കൂടുതൽ മെസ്സേജസ് അവരുടെ നിന്ന് കിട്ടണേ. ഐ ആം വെരി ഹാപ്പി ബിക്കോസ് എനിക്ക് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഞാനും വിചാരിക്കണം. ഞാനിപ്പോൾ വിചാരിക്കണം എനിക്ക് ഒരു 16-ലോ 17-ലോ ഇങ്ങനെയൊക്കെ വല്ല ആൾക്കാരൊക്കെ പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ മീ. എൻ്റെ ഒരു 16-ലോ 17-ലോ സെൽഫ് ലവ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോഴാണ് ഈ വാക്കുകളൊക്കെ കുറച്ച് നാളായിട്ടുള്ളതൊക്കെ കേട്ട് തുടങ്ങിയിട്ട്. സോ if you are somebody who's 16 and 17, just prioritize yourself. ആരെങ്കിലും ആവട്ടെ, ബോയ് ഫ്രണ്ടോ റിലേഷൻഷിപ്പോ ആരോ വന്നാലും നമ്മുടെ ലൈഫ് കഴിഞ്ഞിട്ടുള്ളൂ അവരുടെ ലൈഫ്. ഓക്കെ, ജസ്റ്റ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ പഠിപ്പ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഡ്രീംസ്, നെവർ അവരെ പറ്റി ചിന്തിക്കേ വേണ്ട. അത് ആ സൈഡിൽ കൂടെ പോട്ടെ. വരേണ്ടവരാണെങ്കിൽ വരും, പോകേണ്ടവരാണെങ്കിൽ പോവും. സോ ജസ്റ്റ് ഇറ്റ്സ് കമ്മിങ് ഫ്രം someone who's been through a lot. So just think about it. Okay, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ പറഞ്ഞു വരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡേ പ്ലാൻ ചെയ്യാനായിട്ട് ഇനി പോയി ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിന്നോ പോയിട്ട് ഒരു പ്ലാനർ മേടിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് ഇൻ എ സ്മോൾ നോട്ട്ബുക്ക്. ഒരു പേപ്പർ അല്ലെങ്കിൽ A4 എടുത്തിട്ട് കട്ട് ചെയ്യുക 4 pieces, എന്നിട്ട് സ്റ്റാപ്ലർ അടിക്കുക, എഴുതി വെക്കുക. ജസ്റ്റ് ടിക്ക് ഇറ്റ് ഈച്ച് ഡേ. എന്തൊക്കെ ചെയ്യണം ടിക്ക് ചെയ്യുക, ചെയ്യാത്ത കാര്യങ്ങൾ ക്രോസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചെയ്യാത്ത, എവിടെയാണ് മടി. അപ്പൊ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കിത് ചെയ്യാൻ തോന്നിക്കും. ബുക്കിൽ എഴുതാൻ മടിയാണെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ കുറേ ആപ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു ആപ്പായിരുന്നു ടിക് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഈസി, ബട്ട് എനിക്ക് എപ്പോഴും ബുക്കും പേപ്പറാണ് ഇഷ്ടം. എനിക്ക് ബുക്കും പേപ്പറിൽ എഴുതാനാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട്. എനിക്ക് അതിൽ കാണുമ്പോഴാണ് ഓക്കെ ലെറ്റ്സ് ഡു എന്നുള്ളൊരു തിങ്കിങ് വരാം. എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ രാത്രി പ്ലാൻ ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ബിക്കോസ് കാലത്ത് പ്ലാൻ ചെയ്യുന്നത് കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കും നമ്മുടെ മൈൻഡിനെ. അപ്പം തന്നെ നമ്മുടെ എനർജി പോകും. നമുക്ക് കുറച്ച് കാലത്ത് എനിക്കിപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് എല്ലാം സെറ്റ് ആണെങ്കിൽ ജസ്റ്റ് ചെയ്താൽ മതി.
ആക്ഷന് വേണ്ടിയിട്ട് കാലത്ത് എണീക്കുക, ജസ്റ്റ് പ്ലാനിങ് ഒക്കെ തലേദിവസം രാത്രി തന്നെ ചെയ്തു വെക്കുക. ഇഫ് യു ആർ ന്യൂ ടു ദ പ്ലാനിങ് തിങ്, ദെൻ നിങ്ങൾക്ക് കാലത്ത് തന്നെ ഇപ്പോൾ മെഡിറ്റേറ്റ് വേണമെങ്കിൽ ഒരു പ്ലാനിങ് മെഡിറ്റേറ്റ് നല്ലോണം ഹെൽപ്പ് ചെയ്യും, മൈൻഡിന് നല്ലോണം ഹെൽപ്പ് ചെയ്യും. എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മെഡിറ്റേറ്റ്, വർക്ക്ഔട്ട്, ഡ്രിങ്ക് 2 liters ഓഫ് വാട്ടർ. ഈ 3 ടാസ്ക് നിങ്ങൾ ഒരാഴ്ച ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ്, ഡെയിലി ചെയ്യേണ്ട 3. ഇപ്പൊ നിങ്ങൾ ന്യൂ ആണെങ്കിൽ ഈ 3 റൂട്ടീൻ തുടങ്ങാം. ഈ 1 വീക്കിൽ തന്നെ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നിങ്ങളുടെ 20%. ഈ 20% നിങ്ങളുടെ സെറ്റായ നോക്കിയേ, മെഡിറ്റേറ്റ് സെറ്റായ നിങ്ങളുടെ മൈൻഡ് ഹെൽത്തിന് എത്രത്തോളം ഹാപ്പിനെസ്സാണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങളുടെ ബോഡിക്ക് എന്തൊരു ഹാപ്പിനെസ്സാണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേണൽ ബോഡിക്ക് എന്തൊരു ഹാപ്പിനെസ് കിട്ടുക. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗ്ലോ അപ്പ് വന്ന മൈൻഡ് സെറ്റ്, ബോഡി സെറ്റ്, വെള്ളം കുടിച്ച സ്കിന്ന് സെറ്റ്. ലൈക്ക് ഗ്ലോ അപ്പ് ഇസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ 80% നിങ്ങളുടെ ഗ്ലോ അപ്പ് ജസ്റ്റ് 20% ഓഫ് ഈ സിമ്പിൾ കാര്യത്തിൽ നിന്നുള്ള വന്നേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ ചെയ്യാവുന്നത്. നമ്മളെ ആക്ഷൻ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. കീപ് യുവർ എവറിത്തിങ് ഫസ്റ്റ്. ബാക്കിയൊക്കെ എല്ലാവരും സെൽഫിഷ് ആയാലും കുഴപ്പമില്ല, ആൾക്കാർ സെൽഫിഷ് ആണെന്ന് വിളിച്ചാലും കുഴപ്പമില്ല. എന്നെ സെൽഫിഷ് എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ. എനിക്ക് എന്റെ കാര്യം, നമ്മുടെ കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരും വന്ന് ചെയ്യും. ഞാൻ എപ്പൊക്കെ എന്നെ ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടോ അപ്പൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ബട്ട് എപ്പോഴൊക്കെ ഞാൻ എന്നെ ഫസ്റ്റ് ആക്കി, എന്നെ ഫസ്റ്റ് വെച്ച് തുടങ്ങിയിട്ട് കുറെ നാളായിട്ടില്ല, ആകെ ഇച്ചിരി മാസങ്ങളായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഗ്ലോ അപ്പ് ആണ് ഇതൊക്കെ കാണുന്നത്. ഐ ബിക്കം സെൽഫിഷ്. ഓക്കെ, അത് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ബി സെൽഫിഷ്. സെൽഫിഷ് എന്ന് പറയുന്ന വേർഡ് ഇറ്റ്സ് നോട്ട് ബാഡ് ഇൻ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിൽ സെൽഫിഷ് എന്ന് പറയുന്ന വേർഡ് ഇറ്റ്സ് നോട്ട് ഈവൻ എ ബാഡ് തിങ്. ബി സെൽഫിഷ് ബട്ട് ബി കൈൻഡ് ടു അതേഴ്സ് ഹു ഡിസേർവ് കൈൻഡ്നെസ്. ഓക്കെ, ആ സംഭവം അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക്. ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹു ആർ ദർ ടു അബ്യൂസ് us, ബട്ട് ബി കൈൻഡ് ടു ദ പീപ്പിൾ ഹു ആർ കൈൻഡ് ടു us. ഓക്കെ, അല്ലാണ്ട് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കൈൻഡ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കൂടുതൽ അബ്യൂസ് കിട്ടും. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് പ്രശ്നവും, പിന്നെ നമ്മുടെ ബോഡി ഹെൽത്തിന് പ്രശ്നവും, പിന്നെ നമ്മുടെ ഫേസിന് പ്രശ്നവും. കുറെ കുരുക്കൾ വരും, വണ്ണം വെക്കും, അല്ലെങ്കിൽ വണ്ണം കുറയും. ലൈക്ക് വൈ ടേക്ക് ഓൾ ദിസ് റബ്ബിഷ് തിങ്സ്? സോ ബി കാം. നല്ല ആൾക്കാരായിട്ട് കൂട്ടുകൂടാ, നല്ല ഫുഡ് കഴിക്കുക, നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക, സ്വന്തം കാര്യം നോക്കി, സ്വന്തം ലിസ്റ്റ് എന്തൊക്കെ ഗോൾസ് ഉണ്ട്, എന്തൊക്കെ ഡെയിലി ഗോൾസ് ഉണ്ടെന്ന് വെച്ചാൽ എഴുതി വെക്കുക, ടിക്ക് ചെയ്യുക. ഇതിലൊക്കെ ആയിരിക്കണം നമ്മുടെ അഡിക്ഷൻ. വിൽ ജസ്റ്റ് ഗീവ് യു ഫ്രീഡം വിത്ത് എ സ്ട്രക്ചർ. നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും, നിങ്ങൾക്ക് ഒരു നല്ല സ്ട്രക്ചറും ഉണ്ട്. ലൈക്ക് നിങ്ങളുടെ ഒരു ഡേ ഇത്ര ഗോൾസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഈവനിങ് ടൈം നിങ്ങൾക്ക് പോയി ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്ക്, അല്ലെങ്കിൽ ഒരു സിനിമ കാണുക, നെറ്റ്ഫ്ലിക്സ് കാണുന്നതൊന്നും തെറ്റല്ല. ബട്ട് ആഫ്റ്റർ ഡൂയിങ് യുവർ തിങ്സ് നിങ്ങൾക്ക് എത്ര എൻജോയ് ചെയ്യാനും ഒരു പ്രശ്നവുമില്ല. തേർഡ് വൺ ഈസ് ഫീലിംഗ് സ്റ്റക്ക് ഇൻ പാസ്റ്റ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഓൾഡ് മെമ്മറീസ് റിപ്ലേ ആവണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് നിങ്ങളുടെ ബ്രേക്കപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അബാൻഡൺ ചെയ്തു പോയതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയതോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തതോ, ഓർ ലൈക്ക് നിങ്ങൾ വിചാരിച്ച പ്ലാൻസ് നിന്ന് അത് പ്ലാനിങ് നടക്കാണ്ട് പോയതോ, അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആൻഡ് യു ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദാറ്റ്? പേഴ്സണലി ഐ വാസ് സ്റ്റക്ക് ഇൻ ദാറ്റ്. എൻ്റെ ലൈഫിലത്തെ എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഐ പ്ലാൻ ടു ഗോ ടു ജർമ്മനി ഇൻ മാർച്ച് ആൻഡ് നടന്നില്ല. ഞാൻ എൻ്റെ പഴയ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഐ വാസ് കംപ്ലീറ്റ്ലി ഹാർട്ട് ബ്രോക്കൺ ആൻഡ് ഇത് പോസ്റ്റ്പോൺ ആയി. ആൻഡ് ഐ ഹാവ് ടു വെയിറ്റ് ഫോർ സ്റ്റിൽ ഫ്യൂ മോർ മന്ത്സ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഒരു പ്ലാൻ ചെയ്തായിരുന്നു. ലൈക്ക് ഞാൻ ഇന്ന മാസമൊക്കെ മാർച്ചിൽ ഞാൻ ജർമ്മനി പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എൻ്റെ റൂമൊക്കെ സെറ്റാക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ സിലബസസ് ഒക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് പാർട്ട് ടൈം ഹണ്ട് ചെയ്യാൻ പോകും. അങ്ങനെ ഞാൻ വെറുതെ ഇപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പോയത് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട കിട്ടി, വാ പോവാ. എനിക്കറിയില്ല എന്തൊക്കെ പഠിക്കണ്ടായിരുന്നു, എന്തൊക്കെ പഠിച്ചു. അവസാനം 4th ഇയർ ആയപ്പോഴാണ് ഓക്കെ ഇത് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോഴാണ്, ബിക്കോസ് 4th ഇയർ ആയപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. കറക്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങിയത് 4th ഇയറിലാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന് വിചാരിച്ച് പഠിച്ചതാണ്. ഒരു ബ്ലൂ പ്രിന്റ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ ജർമ്മനിക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് മാസ്റ്റേഴ്സ് ഇലക്ട്രിക്കലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ട് കിട്ടിയപ്പോൾ ലെറ്റ്സ് ഡു ദാറ്റ് ഇൻ ജർമ്മനി, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് വന്നു. ഇതിനൊക്കെ പ്ലാൻ ചെയ്ത ഒരാളുടെ പ്ലാൻ പെട്ടെന്ന് ഷാറ്ററായി. ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്. 1 month ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏപ്രിലാണ് മാസം. അപ്പോൾ 1 month ആയിട്ടുള്ളൂ. സോ ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്. ബട്ട് ഡസ് ഇറ്റ് ഹേർട്ട്? യെസ് ഇറ്റ് ഡസ്.
ബട്ട് ഡസ് ഇറ്റ് ഹോൾഡ് മീ ബാക്ക്? നോ. ഞാൻ എൻ്റെ നെക്സ്റ്റ് പ്ലാൻസ് നോക്കി. 2 ദിവസം നല്ലോണം ബെഡിലിരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ റിംഗ് ലൈറ്റ് എടുത്തു, ഫോൺ എടുത്തു, ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഇറ്റ് വാസ് ഹാർഡ്. ഒരു ഫസ്റ്റ് വീഡിയോ എൻ്റെ എടുക്കാനായിട്ട് നല്ല പാടായിരുന്നു ബിക്കോസ് ഓഫ് ഓൾ ദിസ് ഫീലിങ്സ്. ബട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പം തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ലൈഫൊക്കെ സെറ്റിൽ ആവുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തുടങ്ങാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ ജർമ്മനി പോയിട്ട് തുടങ്ങാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ബട്ട് സി ഇറ്റ്സ് ഗെറ്റിംഗ് പോസ്റ്റ്പോൺഡ്. എനിക്ക് എൻ്റെ യൂട്യൂബ് കരിയർ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് യൂട്യൂബ് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ യൂട്യൂബ് എനിക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. സോ ഐ ജസ്റ്റ് ഭയങ്കര ഹാർഡായിരുന്നു. ബട്ട് സി ഐ ജസ്റ്റ് പുട്ട് മൈ 20% ദാറ്റ് ഡേ ആൻഡ് കൈൻഡ് ഓഫ് എനിക്ക് 2 വീക്സ് കൊണ്ട് തന്നെ എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി, 3000 വാച്ച് അവേഴ്സും കിട്ടി. ഐ വാസ് കംപ്ലീറ്റ്ലി ഹാപ്പി. എൻ്റെ 20% ഇട്ടുകൊണ്ടാണ് എനിക്ക് അതിൽ നിന്ന് 80% പേഴ്സണലി എനിക്ക് 80% റിസൾട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും മാത്രം തോന്നിക്കില്ലായിരിക്കും, ബട്ട് ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് 2 വീക്സ് ആണ്. സോ ഐ ആം കൈൻഡ് ഓഫ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഫോർ നൗ. ഐ ഡോണ്ട് നോ ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ എത്രത്തോളം ഇത് ആവുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇത്ര നല്ല വലിയൊരു ഹാർട്ട് ബ്രേക്കിന്ന് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇസ് ലൈക്ക് വെരി, ഐ എം ജസ്റ്റ് ഹാപ്പി. എൻ്റെ ഒരു ഹീലിംഗ് ജേർണിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, യു ഡോണ്ട് ഹാവ് ടു ഫിക്സ് യുവർ 100% ഓഫ് യുവർ പാസ്റ്റ് ടു ക്രിയേറ്റ് എ പീസ്ഫുൾ പ്രസന്റ് നൗ. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ 20% ഡെയിലി, ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ആയി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, ജസ്റ്റ് ലിസൺ ടു സം ഗുഡ് പോഡ്കാസ്റ്റ്. അത് തന്നെ നിങ്ങളുടെ 20% ഓഫ് നിങ്ങളുടെ എഫേർട്ടാണ്. ഗുഡ് പോഡ്കാസ്റ്റ് വിച്ച് വിൽ ഗീവ് യു പീസ്. അല്ലെങ്കിൽ വല്ല ബുദ്ധ ടീച്ചിങ്സ് അതൊക്കെ കേട്ടാൽ തന്നെ ഇറ്റ് വിൽ ഹിറ്റ് യുവർ മൈൻഡ് ഇൻ എ വെരി പീസ്ഫുൾ വേ. അപ്പം ഈ പുറത്ത് ഔട്ട്സൈഡ് കെയോസ് ഇതൊക്കെ ഓഫാക്കി വെച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ 20% ഇട്ട് തുടങ്ങി. ഇതിലും വിട്ട് വേറൊരു മാജിക് ഇല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യു. യു ആർ ദ മാജിക്. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങളുടെ മാജിക്. സോ പുട്ട് യുവർ 20% എവറി ഡേ. കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എന്നയിൽ തന്നെ വർക്ക് ചെയ്യാനും എൻ്റെ സ്കിൽസ് ആയാലും ജർമ്മൻ ലാംഗ്വേജ് ആയാലും പഠിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ. ഐ വാസ് ലൈക്ക് എന്തിനാ ഈശ്വര എനിക്ക് ഇങ്ങനെ തന്നേ, എന്തിനാ എൻ്റെ ഫ്രണ്ടൊക്കെ പോയി, ദേവർ ലൈക്ക് അവരും എൻ്റെ കൂടെ നോക്കിയതാണ്. ബട്ട് ദേ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി. മാർക്സ് ഒക്കെ സെയിം തന്നെയായിരുന്നു, ബട്ട് ദേ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ഗോ. എൻ്റെ ഏജൻസി ഒരു ഡം ഏജൻസി ആയതുകൊണ്ട് ദേ ഡിഡ്ന്റ് ഈവൻ ഡു മൈ അപ്ലിക്കേഷൻ. ഐ തിങ്ക് ഐ ഡോണ്ട് നോ എന്നിട്ട് തേങ്ങയാണ് ചെയ്യണമെന്ന്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡീപ്പ് സാഡ് ആയിട്ടിരിക്കുമ്പോൾ ദർ ആർ സോ മെനി കൈൻഡ് പീപ്പിൾ. ഈ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഗുഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇപ്പം നിങ്ങൾ ഏറ്റവും ഡൗൺ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു അറിയാലോ ആരാ ടോക്സിക് ആരാ ഗുഡ് എന്നൊക്കെ. ഡു സറൗണ്ട് വിത്ത് ഗുഡ് പീപ്പിൾ. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റിക്കളാം. ലൈക്ക് അവരുടെ അടുത്ത് ആ ടൈമിലൊന്നും പോവേ ചെയ്യരുത്. നല്ല നല്ല ആൾക്കാരുടെ അടുത്ത്, മാക്സിമം നിങ്ങളുടെ പാരൻസ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് നല്ല ഗുഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുക. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പം നല്ലത് ഉണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് കോളേജിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ റൂംമേറ്റ് ഒക്കെ ഷീ വാസ് വെരി ഗുഡ്, ബട്ട് മോസ്റ്റ് ഓഫ് ദം വെർ വെരി ബാഡ്. അപ്പോൾ എനിക്കങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എനിക്കില്ല. ബട്ട് ഇഫ് യു ഹാവ് എ ഗുഡ് ഫ്രണ്ട് ദെൻ ട്രഷർ ഇറ്റ്. എനിക്ക് ഉള്ള ഫ്രണ്ടിനെ ഞാൻ നല്ലോണം ട്രഷർ ചെയ്യുന്നുണ്ട്. റിമെമ്പർ ദാറ്റ് 80% ഓഫ് യുവർ ഫ്യൂച്ചർ പീസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ 20% ഓഫ് യുവർ ബ്രേവ് ചോയ്സസ് ടുഡേ. നിങ്ങൾ ഇന്നെടുക്കണ ഓരോ ചോയ്സസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പീസ് തരാൻ പോണേ. ഇഫ് യു ആർ 16 and 18 യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ 20% ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ ഈ ടീനേജ് ഇയേഴ്സിലൊക്കെ ഇട്ട് തുടങ്ങിയാൽ സി ഹൗ ഇറ്റ് വിൽ ബി. എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ ആഫ്റ്റർ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഒക്കെ 22 ഒക്കെ കഴിയുമ്പോൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരിക്കും. ലൈക്ക് വെൻ യു ഫോക്കസ് ഓൺ യുവർ സെൽഫ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ ഡേയ്സ് ഒക്കെ പ്ലാൻ ചെയ്യുക, പഠിക്കേണ്ടതൊക്കെ പഠിക്കുക, എക്സ്ട്രാ സ്കിൽസ് ഒക്കെ ഏൺ ചെയ്യുക. ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ ലൈഫ് ആഫ്റ്റർ ദാറ്റ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡും സോളും ഒക്കെ നല്ലോണം ക്ലെൻസ് ആക്കി വെച്ചിട്ടുണ്ട്. ടോക്സിക് ആൾക്കാരെ പോലും നിങ്ങളെ അട്രാക്ട് ചെയ്യില്ല ബിക്കോസ് യു ഹാവ് ദ ഓറ ഓഫ് പോസിറ്റിവിറ്റി. സോ ടോക്സിക് ആൾക്കാർക്കൊക്കെ ഇത് റിപ്പൽ ചെയ്യും. അവർ എന്തായാലും നിങ്ങളുടെ അടുത്ത് അട്രാക്ട് ചെയ്യാൻ കൂടി വരില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ അവരൊട്ടും പറ്റില്ല ബിക്കോസ് യു ലവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്തിനാണ് ടോക്സിക് ആൾക്കാരുടെ ആവശ്യം? സോ ജസ്റ്റ് കീപ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് ആക്കി വെക്കുക. ബാക്കി എന്ത് റിലേഷൻഷിപ്പ് ആയാലും ഒക്കെ ആയാലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മളുണ്ടല്ലോ തുടക്കത്തിൽ ഇങ്ങനെ ടോക്സിസിറ്റി ഇങ്ങനെ മണക്കാണെങ്കിൽ ജസ്റ്റ്
ഇഗ്നോർ ചെയ്യുക അവരെ, അത്രേ ഉള്ളൂ. സി ദാറ്റ് വിൽ ഗീവ് യു എ ബിഗ് മെൻ്റൽ പീസ്. നിങ്ങളെ ഇനി ഫ്യൂച്ചറിലുള്ള ട്രോമാസ് ഒന്നും ഇത് കൊണ്ടുവരാണ്ട് കട്ട് ഓഫ് ചെയ്യുക. ടോക്സിക് ആയിട്ടുള്ള ആരെങ്കിലൊക്കെ കാണുമ്പോൾ ജസ്റ്റ് കട്ട് ഓഫ് ദം, ഓക്കെ? അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ട്രോമാസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ദിസ് ഇസ് ഫ്രം എ ഗേൾ ഹൂ ട്രോമറ്റൈസ്ഡ് ഹെർസെൽഫ് വിത്ത് ലോട്ട്സ് ഓഫ് പീപ്പിൾ. So just take it as an advice. Cut off the toxic people. We don't want any toxic people in our life. The fourth point is forget FOMO and start believing in JOMO. FOMO എന്ന് പറയുന്നത് ഒരു ആങ്ഷ്യസ് ഫീൽ ആണ്. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പുറത്തേക്ക് പോവാ, നിങ്ങൾക്ക് പക്ഷേ എക്സാം ഉണ്ട്, ഇപ്പം നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പുറത്ത് പോയിട്ടൊക്കെ എൻജോയ് ചെയ്യണം, സിനിമയ്ക്ക് പോകണം. അപ്പം നിങ്ങൾക്ക് ലെഫ്റ്റ് ഔട്ട് ഫീൽ വരാം, ആൻഷ്യസ് ആവുക, നിങ്ങൾ എന്തൊക്കെയോ ഇത് മിസ് ഔട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നിക്കുക. അല്ലെങ്കിൽ പുറത്ത് വല്ല കോൺസേർട്ട് ഉണ്ട് ബട്ട് യു ഫീൽ ലൈക്ക് യു ആർ മിസ്സിങ് എവറിത്തിങ് ഔട്ട്. ഇതാണ് ഫോമോ. ഇതൊരു ആങ്ഷ്യസ് ആൻഡ് ബാഡ് ഫീലിംഗ് ആണ്. ഇത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത പ്രഷറും കമ്പാരിസണും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും, അതിന് വേറെ യെസ് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കി തരും. Whereas on the other side, JOMO is joy of missing out. ഇതൊരു പീസ്ഫുൾ, ഹാപ്പി ആൻഡ് പോസിറ്റീവ് ഫീലിംഗ് ഒക്കെയാണ് തരാം. This is the feeling that you choose to stay away from the things that doesn't matter to you. You just stay away from everything else and you just focus on yourself. See, അതും without any guilt and comparison. So unlike FOMO, JOMO എന്ന് പറയുന്നത് ഒരു ഗ്ലോ അപ്പ് മൈൻഡ് സെറ്റ് ആണ്. എൻ്റെ ലൈഫിൽ ഒരു ചെറിയൊരു JOMO മൂമെന്റ് ഞാൻ പറയാം. Like I was in my third year and I had a little breakup situation. It's a little bit personal but still ഒരു breakup situation ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ തേർഡ് ഇയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ബിടെക് കയറിയത് തന്നെ ലൈക്ക് ആക്സിഡൻ്റലി എനിക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടിയപ്പോൾ അങ്ങനെ കയറിയതാണ്. സോ അപ്പോൾ ജസ്റ്റ് പാസ്സായാൽ പോയാൽ മതി, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ബട്ട് എന്നാലും എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായി. ലൈക്ക് 7 CGPA നിർത്തി പോകണം എന്നുള്ള സ്റ്റാൻഡേർഡ്. ഇത്ര വലിയ CGPA അല്ല 7 എന്ന് പറയുന്നത്, ബട്ട് സ്റ്റിൽ 7 എന്നുള്ളൊരു CGPA പോകണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് ഇയർ വരെ എനിക്ക് 7.7+ CGPA ഉണ്ടായിരുന്നു. അത് ഞാൻ തേർഡ് ഇയറിൽ എനിക്ക് ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ 5th സെം ഒക്കെ ആയപ്പോൾ ഇത് 5th സെമ്മിലാണ്. അപ്പോൾ 5th സെം ആയപ്പോൾ എക്സാം ചെയ്തപ്പോൾ ഐ കൈൻഡ് ഓഫ് ഫെയിൽഡ് 3 സബ്ജക്റ്റ്. ഇതന്നെ ബിക്കോസ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഇമോഷണലി മാത്രമല്ല, എന്നെ മൊത്തത്തിൽ ഇത് എഫക്റ്റ് ചെയ്തുകൊണ്ട് ഐ കൈൻഡ് ഓഫ് ഫെയിൽഡ് ഇൻ 3 സബ്ജക്റ്റ്. ആൻഡ് എൻ്റെ CGPA 7 നേരെ 5 കുറഞ്ഞു. സപ്ലീസ് വരുന്ന 4th ഇയർ ടൈം എന്ന് പറയുന്നത് കുറേ പാർട്ടീസും കുറേ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. 5 CGPA എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ ഡിസപ്പോയിൻ്റ് ആയി, എനിക്ക് ഷോക്കായി. എനിക്ക് 5 ഇത് നേരെ 7 എത്തിക്കണം എന്നുള്ളൊരു വാശിയും വന്നു 4th ഇയറിൽ. അപ്പം ഞങ്ങളുടെ കോളേജിൽ കുറേ പാർട്ടീസും ട്രിപ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് see, I chose to prioritize me. What I chose was to stay inside my hostel room and to make a route map. ഇതെങ്ങനെ പാസ്സാവണം, എപ്പൊക്കെ എക്സാം വരുന്നുണ്ട്, എൻ്റെ 4th ഇയറിൻ്റെ സബ്ജക്ട്സ് ഉണ്ടാവും, എക്സാമിന് എൻ്റെ സപ്ലി സബ്ജക്റ്റ് ഉണ്ടാവും. ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ്, എനിക്ക് അധികം ഗ്യാപ്പ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഓരോ ദിവസം കണ്ടിന്യൂസ്ലി ആയിരിക്കും എക്സാം. അപ്പോൾ ഈ 3 സബ്ജക്റ്റ് ഫെയിൽ ആയതും 3 നല്ല ഹാർഡ് സബ്ജക്ട്സ് ആയിരുന്നു. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ വക പാർട്ടീസും ഈ വക ട്രിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ അവോയ്ഡ് ആക്കി. ഡു ഐ റിഗ്രറ്റ് ഇറ്റ്? എല്ലാവരും എന്നോട് പറയാറുണ്ട് ഇതൊന്നും വന്നില്ലെങ്കിൽ ഇതൊക്കെ നിന്റെ നഷ്ടമാണ്. സി, തേർഡ് ഇയർ വരെ ഞാൻ മാക്സിമം എല്ലാ പാർട്ടീസിനും കാര്യത്തിനും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4th ഇയറിൽ എനിക്ക് എൻ്റെ 5 എന്നുള്ളത് ഒരു 7 ആക്കാനായിട്ട് ഇതൊക്കെ നഷ്ടമാണെങ്കിൽ നഷ്ടമായിക്കോട്ടെ, എനിക്ക് ഐ ഡോണ്ട് കെയർ. എനിക്ക് ജസ്റ്റ് എൻ്റെ 5 എന്നുള്ളത് എനിക്ക് 7 എങ്ങനെയെങ്കിലും ആക്കണം, ബിക്കോസ് ഇറ്റ് വാസ് മൈ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒഴിവാക്കി ഇവിടേക്കൊന്നും പോവാണ്ട് ഞാൻ ജസ്റ്റ് പ്ലാൻ ചെയ്തു ഇന്ന ദിവസം പഠിക്കണം, എക്സാം ആവാറായി, അപ്പോൾ ഈ വക സബ്ജക്ട്സിലൊക്കെ ഫോക്കസ് ചെയ്യണം. ഇവിടേക്കൊന്നും പോവാണ്ട് റൂമിൽ ഇരുന്ന് പഠിച്ചപ്പോൾ കൈൻഡ് ഓഫ് എൻ്റെ മൈൻഡ് കുറേയൊക്കെ ക്ലിയർ ആയി. ലൈക്ക് ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് പീസ്ഫുൾ. ക്രൗഡഡ് ആയിട്ട് ഇരിക്കണേക്കാട്ടും ഏറ്റവും പീസ്ഫുൾ ആയിരുന്നത് വൺ തിങ്. പിന്നെ എക്സാം റിസൾട്ട്സ് ഒക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ട് തേർഡ് ഇയർ വരെ പഠിച്ചതിനെക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടിയത് എനിക്ക് എൻ്റെ 4th ഇയറിലാണ്. സോ ഐ ജസ്റ്റ് ഗോട്ട് 7+ CGPA ബാക്ക്. അപ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് ഹാപ്പി. ഇത് 5 7 പോകാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ പഠിച്ചാൽ മാത്രമാണ്. കാരണം ഈ CGPA കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ വാസ് കൈൻഡ് ഓഫ് ഹാപ്പി. ഓക്കെ, 7 ഉണ്ട്. എനിക്ക് അത്ര സ്റ്റാൻഡേർഡ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4th ഇയർ ആയിരുന്നപ്പോഴാണ് ഇത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ദിസ് ഈസ് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ്. ഇത് ഭയങ്കര കൂൾ തിങ് ആണ്. ഇലക്ട്രിക്കൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ, എനിക്ക് ഇഷ്ടമായി. മാത്സും കാര്യങ്ങളൊക്കെ, കൺട്രോൾ സിസ്റ്റം, അവൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക്
എനിക്ക് ഇഷ്ടമായി തുടങ്ങി സിഗ്നൽസ് ആൻഡ് സിസ്റ്റം കൺട്രോൾ സിസ്റ്റം അങ്ങനെ സബ്ജക്ട്സ് ഒക്കെ. സോ ഐ വാസ് ലൈക്ക് എനിക്ക് ഇതന്നെ പഠിച്ചാൽ മതി എന്നുള്ളൊരു സംഭവം വന്നത് എൻ്റെ 4th ഇയറിലാണ്. ലിറ്ററലി ഇതിന്നൊക്കെ ഗെയിൻ ആണ് ഉണ്ടായ, ഒരു റിഗ്രറ്റും ഉണ്ടായില്ല. കുറെ പേര് എന്നോട് പറഞ്ഞു ഇതൊക്കെ നീ മിസ്സാക്കി കഴിഞ്ഞാൽ നീ ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യും. ഞാൻ ഇതുവരെ ഒരു ട്രിപ്പിന് പോലും പോവാത്തത് മിസ്സേ ചെയ്തിട്ടില്ല ആക്ച്വലി. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് വലിയ താല്പര്യമില്ല ഇവരുടെ കൂടെ പോകാനായിട്ട്. എൻ്റെ 4th ഇയർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബസ്സേ ഇറങ്ങി. അത് കാരണം കൈൻഡ് ഓഫ് വെരി പീസ്ഫുൾ ആയിരുന്നു. തിങ് വാസ് ഐ ഹാഡ് സാക്രിഫൈസ്ഡ് മൈ ഓൺ കംഫർട്ട്, ബട്ട് സ്റ്റിൽ ഈ ജോമോ ലൈക്ക് ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് ജസ്റ്റ് ഹെൽപ്പ് മീ ടു ഗെറ്റ് മൈ സെൽഫ് ബാക്ക് ആൻഡ് ടു ഗെറ്റ് മൈ ഗ്രേഡ്സ് ബാക്ക്. മൈൻഡൊക്കെ കുറെ ക്ലിയർ ആയി ആൻഡ് എനിക്ക് എന്നെ തിരിച്ച് കിട്ടിയ പോലത്തെ ഒരു ഫീലൊക്കെ എനിക്ക് ആ സമയത്ത് കിട്ടിയായിരുന്നു. ഞാൻ ഈ പാർട്ടീസിനോ കോളേജിൽ തന്നെ 4th ഇയർ അടിച്ച് പൊളിക്കാണ്ടിരുന്ന എനിക്ക് ഒരു റിഗ്രറ്റ് എന്ന് പറയുന്ന സംഭവം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇൻസ്റ്റഡ് ഐ കൈൻഡ് ഓഫ് ഫീൽ വെരി പ്രൗഡ് ബിക്കോസ് മിക്ക എൻ്റെ കോളേജിൽ ഓരോ പാർട്ടീസിനും പോയതൊക്കെ എനിക്ക് എംബാരസിങ് സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവാറ്. ആവശ്യമില്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ യെസ് പറയേണ്ടി വരേണ്ട അവസ്ഥയൊക്കെ വരും. കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു തീഫ് ഓഫ് ജോയ് ആണ്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ ചില ആൾക്കാർ പിള്ളേര് പാർട്ടീസിനൊക്കെ പോകും, നല്ല അടിപൊളി ഫോട്ടോസും ഒക്കെ ഇടും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പേഴ്സണലി ചോദിക്കാം എങ്ങനെ ഉണ്ടായ പാർട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ വൺ ബോറായിരുന്നു, ഷോക്കായിരുന്നു എന്നൊക്കെ. പക്ഷെ ഫോട്ടോ സൂപ്പർ ആയിരിക്കും. ലൈക്ക് ഞാനും അതുപോലെയൊക്കെ ആയിരുന്നു. സോ ഫോട്ടോസൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ചിരിച്ച് ഫ്രണ്ട്സ് ആയിട്ട് വൈബ് അടിക്കണ ഫോട്ടോസ് ആയിരിക്കും. ബട്ട് ആക്ച്വലി ഇറ്റ് വിൽ ബി എ ബോറിംഗ് പാർട്ടി ഓർ സോ നമുക്ക് ഒരിക്കലും വി ഡോണ്ട് നോ, വി നെവർ നോ. അപ്പൊ ജസ്റ്റ് ഫോട്ടോസ് കണ്ടിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസന്റെ ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരാളുടെ ഒരു നല്ല ലൈഫുള്ള ഫോട്ടോ കണ്ടിട്ട് നമ്മൾ ജലസ് അടിക്കേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നോ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. സി ജലസി എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. എനിക്കും തോന്നിയിട്ടുണ്ട്. ബട്ട് now you have to change your mindset. Instead of feeling jealousy, just be happy and believe that you can also do such things. ആ jealousy factor നമുക്ക് തോന്നിക്കേണ്ട ആവശ്യമില്ല. because you are happy with their life and you believe in yourself that ഇതൊക്കെ എനിക്കും കിട്ടും എന്നുള്ളൊരു ആ ബിലീവ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജലസി ഫാക്ടറിന്റെ ഒരു ആവശ്യമില്ല. വെൻ വി ഗെറ്റ് ഓൾഡർ നമുക്ക് ഒരു റിയലൈസേഷൻ വരും ലൈക്ക് വി വെർ നോട്ട് ഓൾവേസ് റൈറ്റ് ആൻഡ് ദർ വെർ സം സിറ്റുവേഷൻ ദാറ്റ് വി കുഡ് ഹാവ് ഡൺ ഡിഫറെന്റ്ലി. ബട്ട് at the end of the day നമുക്ക് എന്തിട്ട് ചെയ്യാൻ പറ്റാ? just forgive ourselves and try to learn lessons from that and just be a better person tomorrow. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പീസ് തരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കൈൻഡ് ആവാം. നിങ്ങൾക്ക് പീസ് തരാത്ത ആൾക്കാരുടെ അടുത്ത് ജസ്റ്റ് ഇഗ്നോർ ദം. അവരുടെ ഒരു എക്സിസ്റ്റൻസ് നിങ്ങളുടെ മൈൻഡിൽ വേണ്ട. ടോക്ക് ടു പീപ്പിൾ ഹൂ മേക്ക് സെൻസ്. നിങ്ങളുടെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കൂടെ പോയി സംസാരിക്കുക. കീപ് യുവർ ലൈഫ് ഹാപ്പി, കീപ് യുവർ ലൈഫ് പീസ്. മാക്സിമം ഗ്ലോബ്സ് ഒക്കെ തരണ ഒരു ഏരിയാസ് ആണ് ഈ വക പറഞ്ഞ പോയിന്റ്സുകളൊക്കെ. ബൈ ടെല്ലിംഗ് ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Don't forget to like, share and subscribe to my channel.